സമൂഹത്തിന്റെ പ്രതീക്ഷകൾ വിദ്യാർത്ഥികൾ സഫലമാക്കണമെന്ന് പ്രസ്താവിച്ച് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല. പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെക്കുറിച്ച് സമൂഹത്തിന് ഉന്നതമായ പ്രതീക്ഷകളാണ് ഉള്ളതെന്നും അത് സഫലമാക്കാൻ കഠിനാധ്വാനം ചെയ്യണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് സ്കൂൾ ഹാളിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ 2025 വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വിദ്യാഭ്യാസത്തിലൂടെയാണ് കണ്ടെത്തേണ്ടതെന്നും സമൂഹത്തിന്റെ പ്രതീക്ഷകൾ വിദ്യാർത്ഥികളിലൂടെ സഫലമാകണമെന്നും കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല പറഞ്ഞു. മികച്ച നിലവാരം പുലർത്തുന്ന പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെക്കുറിച്ച് സമൂഹത്തിന് ഉന്നതമായ പ്രതീക്ഷകളാണുള്ളതെന്നും അത് സഫലമാകാൻ കഠിനാധ്വാനം ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് സ്കൂൾ ഹാളിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ 2025 വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സമുദായ അംഗങ്ങളായ വിദ്യാർത്ഥികൾ ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങി. മറ്റു മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. കണ്ണൂർ രൂപത KLCAയുടെ ആത്മീയോപദേഷ്ടാവായി 26 വർഷം സേവനമനുഷ്ഠിച്ച ഫാദർ മാർട്ടിൻ രായപ്പനെയും KLCA കണ്ണൂർ രൂപതയുടെ ആത്മീയോപദേഷ്ടാവായി സ്ഥാനമേറ്റ ഫാദർ ആൻസിൻ പീറ്ററെയും ചടങ്ങിൽ ആദരിച്ചു. രൂപത പ്രസിഡന്റ് ഗോഡ്സൺ ഡിക്രൂസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ മാർട്ടിൻ രായപ്പൻ, ഫാദർ ആൻസിൻ പീറ്റർ, സംസ്ഥാന ട്രഷറർ രതീഷ് ആന്റണി, സംസ്ഥാന മുൻ പ്രസിഡന്റ് ആന്റണി നൊറോണ, രൂപത ജനറൽ സെക്രട്ടറി ശ്രീജൻ ഫ്രാൻസിസ്, സംസ്ഥാന സെക്രട്ടറി ജോൺ ബാബു, KLCWA സംസ്ഥാന പ്രസിഡന്റ് ഷെർലി സ്റ്റാൻലി, KLCWA ആനിമേറ്റർ സിസ്റ്റർ പ്രിൻസി ആന്റണി, KH ജോൺ, CLC രൂപത പ്രസിഡന്റ് ഡിയോൺ ആന്റണി ഡിക്രൂസ്, KCYM രൂപത പ്രസിഡന്റ് റോജൻ നെൽസൺ, പ്രീത സ്റ്റാൻലി, റിക്സൺ ജോസഫ്, എലിസബത്ത് കുന്നോത്ത്, ഡിക്സൺ ബാബു, ലെസ്ലി ഫെർണാണ്ടസ്, സ്റ്റെഫാൻ ബെഞ്ചമിൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. ഷെക്കിന ന്യൂസ്, കണ്ണൂർ.